ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളം ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും കേരളത്തിലെ നദികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? 44. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിലാകെ 44 നദികളിൽ 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ മാത്രം കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. കേരളത്തിൽ ആകെ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 നദികൾ മാത്രം കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? അത് നിങ്ങൾക്കറിയാം. കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, പാമ്പാർ, ഭവാനി. കേരളത്തിൽ എത്ര കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി പരിഗണിക്കുന്നത്? 15 കിലോമീറ്ററിൽ. കേരളത്തിൽ 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി പരിഗണിക്കുന്നത്. 100 മീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11 നദികൾ. 100 മീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12 ആണ്. 12 നദികളാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാലൊക്കെ ഉത്തരം പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ശിവഗിരി മല. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നുമാണ്. എന്നാൽ സർക്കാരിൻ്റെ ചില ഔദ്യോഗിക രേഖകളിൽ ചൊക്കാമ്പെട്ടി മലയെന്നും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേര് കൂടി നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി എന്ന് ചോദിച്ചാലും ഉത്തരം പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏത് നദിയിലാണ്? പെരിയാറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയും പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയും പെരിയാറാണ്. പെരിയാർ നദിയെ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഏത് പേരിലാണ് പരാമർശിച്ചിട്ടുള്ളത്? ചൂർണി. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദി പെരിയാറാണ്. പെരിയാറിനെ കൂടാതെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള കേരളത്തിലെ മറ്റൊരു നദി കൂടിയുണ്ട്. അത് പമ്പ നദിയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാമാണ്? മുല്ലയാർ, മുതിരമ്പുഴയാർ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, പെരിഞ്ഞാംകുട്ടിപ്പുഴ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാർ, മുതിരമ്പുഴ, പെരുന്തുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, പെരിഞ്ഞാംകുട്ടിപ്പുഴ എന്നിവയാണ് പെരിയാറിൻ്റെ പോഷക നദികൾ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമുക്കൊറ്റ ഇതിൽ പെരിയാർ എന്ന് പറയാം. എന്നാൽ പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ സ്ഥാനത്തായിട്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ സ്ഥാനത്തായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്.
പെരിയാർ നദി എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ആലുവപ്പുഴ, കാലടിപ്പുഴ. അപ്പോൾ പെരിയാറിൻ്റെ മറ്റ് രണ്ട് പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആലുവപ്പുഴ എന്നും കാലടിപ്പുഴ എന്നുമാണ്. എറണാകുളം ജില്ലയിലാണ് ആലുവ, അവിടെയാണിത് ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത്. അതുപോലെ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നതും എറണാകുളം ജില്ലയിലാണ്. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. പെരിയാറിൽ ഉള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ഏത് നദിയുടെ തീരത്താണ്? പെരിയാറിൻ്റെ തീരത്താണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിൻ്റെ തീരത്താണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചിരുന്ന നദി ഏതാണ്? പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ്. ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്ത് കാലടിയിലാണ് ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? വേമ്പനാട്ട് കായൽ. പെരിയാർ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്ന പേരിലാണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 99 വെള്ളപ്പൊക്കം എന്ന പേരിലാണ്. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖം ഏതാണ്? കൊടുങ്ങല്ലൂർ. പെരിയാറിൽ 1341 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴയാണ്. നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. നിള, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ നീളം എത്ര കിലോമീറ്റർ വരും? 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ആനമല. ഇത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പൊന്നാനി കനാൽ. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി കനാലാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താണ്? ശോകനാശിനി പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്ന പേരിലാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴ. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ പ്രധാന ഉപനദിയാണ്. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സൈലന്റ് വാലിയാണ്. അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ.
മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്, മലപ്പുറം ജില്ലയിൽ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്, അത് പാലക്കാട് ജില്ലയിലാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്? പൊന്നാനി. ഈ ഭാഗത്താണ് ഭാരതപ്പുഴ പൊന്നാനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്ന സ്ഥലത്ത് വെച്ചാണ്. ആ ഭാഗത്താണ് ഈ ഭാരതപ്പുഴ പൊന്നാനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് മിനി പമ്പ എന്ന പദപ്രയോഗം. ഇനി മിനി പമ്പ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടം ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇത് അറിയപ്പെടുന്ന മിനി പമ്പ എന്ന പേരിലാണ്. അപ്പം മിനി പമ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള സ്നാനഘട്ടം ഔദ്യോഗികമായി ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചു. ഇതാണ് മിനി പമ്പ എന്ന് അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം ഏതാണ്? നിള വിജ്ഞാന കേന്ദ്രം. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രം നിള വിജ്ഞാന കേന്ദ്രമാണ്. ഇതിൻ്റെ പണി ആരംഭിച്ചത് 2020 ഇത് ഉദ്ഘാടനം ചെയ്തത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MD വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കഥാകാരൻ MD വാസുദേവൻ നായരും നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരുമാണ്. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി ഏതാണ്? പമ്പ നദിയാണ്. അപ്പോൾ വലിപ്പത്തിൻ്റെ അല്ലെങ്കിൽ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനം പെരിയാർ, 2-ാം സ്ഥാനം ഭാരതപ്പുഴ, 3-ാം സ്ഥാനം പമ്പ നദിക്കാണ്. പമ്പ നദിയുടെ നീളം 176 കിലോമീറ്ററാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ, ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ, പമ്പ നദിയുടെ നീളം 176 കിലോമീറ്റർ. പമ്പ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിലെ പീരുമേട് എന്ന സ്ഥലത്തിന് അടുത്തുള്ള പുളിച്ചിമലയിൽ നിന്നുമാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് അവിടെയുള്ള പുളിച്ചിമല എന്ന സ്ഥലത്ത് നിന്നുമാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. പമ്പ നദി അറിയപ്പെടുന്ന എന്തൊക്കെ പേരിലാണ്? തിരുവിതാംകൂറിൻ്റെ ജീവനാഡി, ദക്ഷിണ ഭാഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദി മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും, ബാരിസ് എന്നറിയപ്പെടും. അത് നമുക്ക് നോക്കാം. പ്രാചീന കാലത്ത് പമ്പ നദി അറിയപ്പെട്ടിരുന്ന പേരാണ് ബാരിസ്. പ്രാചീന കാലത്ത് പമ്പ നദി അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ബാരിസ് എന്ന പേരിലാണ്. പമ്പയുടെ ദാനം അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. പമ്പ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ. പമ്പ നദിയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ, കക്കിയാർ, കല്ലാർ, അഴുതയാർ, മണിമലയാർ എന്നിവയാണ്. പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിലുള്ള പ്രധാന വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി. പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിൽ ഉള്ള പ്രധാനപ്പെട്ടൊരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെയാണ്. പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ശബരി ഡാം, കക്കാട് ഡാം. പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ശബരി ഡാം, കക്കാട് ഡാം എന്നീ അണക്കെട്ടുകളാണ്. ശബരിമല, എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പമ്പ നദി. ശബരിമല, എടത്വാപ്പള്ളി. ശബരിമല പത്തനംതിട്ട ജില്ലയാണെന്നറിയാം. എടത്വാപ്പള്ളി ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയിലാണ്.
എടത്വാപ്പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പാ നദീതീരമാണ്. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം ഏതാണ്? പമ്പാ നദി. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പമ്പാ നദീതീരത്താണ്. പമ്പാ നദിയിൽ നടക്കുന്ന പ്രധാന വള്ളംകളികൾ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, വള്ളസദ്യയൊക്കെ വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ. അതുപോലെ ചമ്പക്കുളം മൂലം വള്ളംകളി. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വള്ളംകളികൾ നടക്കുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്ററാണ്. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്ന്. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നാണ്. ചാലിയാർ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി. ചാലിയാർ അറിയപ്പെടുന്ന മറ്റു പേരുകൾ കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ, ചൂലിക നദി എന്നീ പേരുകളിലാണ്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ നദി ഒഴുകുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏതാണ്? ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ചാലിയാർ. കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ചാലിയാറാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ഏതെല്ലാമാണ്? ചാലിയാറും പെരിയാറും. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കൂടിയ നദികൾ ചാലിയാറും പെരിയാറുമാണ്. മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയുമാണ്. കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. ചാലിയാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിൽ ബേപ്പൂർ എന്ന സ്ഥലത്ത് വെച്ചാണ്. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതെല്ലാമാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, പുന്നപ്പുഴ, ചാലിപ്പുഴ. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ പ്രക്ഷോഭത്തിൻ്റെ നേതാവ് കെ റഹ്മാനാണ്. ചാലിയാർ പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? കെ എ റഹ്മാൻ. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ്? ഗോളിയർ റയോൺസ്, മാവൂർ. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗോളിയോർ റയോൺസ്, മാവൂറാണ്. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയുടെ നീളം 145.5 കിലോമീറ്ററാണ്. കേരളത്തിൽ വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള നദി ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. ചാലക്കുടിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലയാണ്. ചാലക്കുടിപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് ചാലക്കുടിപ്പുഴ ഒഴുകുന്നത്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടിപ്പുഴയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടിപ്പുഴയാണ്. ജൈവ വൈവിധ്യവും മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ഏതാണ്? ചാലക്കുടിപ്പുഴയാണ്. ജൈവ വൈവിധ്യവും അതുപോലെ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ചാലക്കുടിപ്പുഴയാണ്. പെരിങ്ങൽകൂത്ത്, ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? ചാലക്കുടിപ്പുഴ. പെരിങ്ങൽകൂത്ത്, ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ചാലക്കുടിപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്.
ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ്? തുമ്പൂർ മുഴി ഡാം. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തുമ്പൂർ മുഴി ഡാമാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? വൈന്തല തടാകം. ചാലക്കുടി പുഴയിലെ വൈന്തല തടാകമാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. ഈ വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാണ്? പെരിയാറിൽ. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും തമിഴ്നാടും. പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ്. നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയാണ്. നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. നെയ്യാർ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. നെയ്യാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? കല്ലാറും കരവലിയാറും. നെയ്യാറിൻ്റെ പോഷക നദികൾ കല്ലാറും കരവലിയാറുമാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? നെയ്യാർ. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം നെയ്യാറാണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ബാലപൂണി കുന്നുകൾ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ബാലപൂണി കുന്നുകളാണ്. മഞ്ചേശ്വരം പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? തലപ്പാടിപ്പുഴ. തലപ്പാടിപ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ തന്നെയാണ്. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായൽ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം കാസർഗോഡ് ജില്ലയിലെ ഉപ്പളക്കായലാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരിപ്പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരിപ്പുഴയാണ്. ചന്ദ്രഗിരിപ്പുഴ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പയശ്ശിനി, പെരുമ്പുഴ. പയശ്ശിനി, പെരുമ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴയാണ്. മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കപ്പെടുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കപ്പെടുന്ന പുഴ ചന്ദ്രഗിരിപ്പുഴയാണ്. പുനലൂർ തൂക്കുപാലവും പാലരുവി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കല്ലട. കൊല്ലം ജില്ലയിലെ കല്ലടയാറിലാണ് പുനലൂർ തൂക്കുപാലവും പാലരുവി വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പൊന്മുടിക്കടുത്തുള്ള മടക്കത്തറ മല. കല്ലടയാറിൻ്റെ ഉത്ഭവസ്ഥാനം പൊന്മുടിക്കടുത്തുള്ള മടക്കത്തറ മലയാണ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായലുമാണ്. കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? അഷ്ടമുടിക്കായൽ. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്ന ജില്ല കണ്ണൂരാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ധർമ്മടം ദ്വീപ്. അഞ്ചരക്കണ്ടിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദ്വീപാണ് ധർമ്മടം ദ്വീപ്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴയാണ്. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴ. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴയാണ്.
എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ്? ഇരുവഞ്ഞിപ്പുഴ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഞ്ഞിപ്പുഴയാണ്. അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതാണ്? മീനച്ചിലാർ. കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിനെ കുറിച്ചാണ് അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ളത്. കുപ്പം നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടക. കുപ്പം നദി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കേരളം, കർണാടക. കൊടുങ്ങരപ്പളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അട്ടപ്പാടി. കൊടുങ്ങരപ്പളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടിയാണ്. ഈ പുഴയുടെ പ്രത്യേകത എന്താണ്? 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയൊരു പുഴയായിരുന്നു കൊടുങ്ങരപ്പളം പുഴ. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ നദിയുടെ പ്രത്യേകതയും. ഇതിനെക്കുറിച്ച് PSC പരീക്ഷകളിൽ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദ്യം വന്നത്. ഇപ്പോൾ കൊടുങ്ങരപ്പളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? അട്ടപ്പാടിയാണ്. അപ്പോൾ അട്ടപ്പാടിയിൽ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റുവരണ്ടു പോയ കേരളത്തിലെ ഏത് പുഴയാണ് വീണ്ടും ഒഴുക്ക് വീണ്ടെടുത്തതെന്ന് ചോദിച്ചാൽ അത് കൊടുങ്ങരപ്പളം പുഴയാണ്. കൊടുങ്ങരപ്പളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി. കൊടുങ്ങരപ്പളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ്. കൊടുങ്ങരപ്പളം പുഴ പതിക്കുന്നത് ഭവാനി പുഴയിലാണ്. ഭവാനി പുഴയിലാണ് കൊടുങ്ങരപ്പളം പുഴ പതിക്കുന്നത്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴയാണ്. കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രം. കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രമാണ്. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? കോട്ടയം. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയമാണ്. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കരമനയാർ. അരുവിക്കര, പേപ്പാറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറാണ്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴയാണ്. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴ. മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ്. മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കബനി. മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി കബനി നദിയാണ്. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കുറ്റ്യാടിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭവാലി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാലി നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ്. ഇനി കേരളത്തിൽ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ നോക്കാം. പറശ്ശിനിക്കടവ് ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം നദിയുടെ തീരത്താണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം നദിയുടെ തീരത്താണ്. വലഞ്ചുഴി ദേവീക്ഷേത്രം അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രം അത് തിരുവനന്തപുരം ജില്ലയിലാണ്, കരമന നദിയുടെ തീരത്ത്. തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ കരമന നദിയുടെ തീരത്താണ്. ശബരിമല പമ്പ നദിയുടെ തീരത്താണ്. ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാർ നദിയുടെ തീരത്താണ്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്താണ്. തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴയുടെ തീരത്താണ്.
ഇപ്പോൾ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്തും തിരുനെല്ലി ശിവക്ഷേത്രം പാപനാശിനി പുഴയുടെ തീരത്തുമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? കബനി, പാമ്പാർ, ഭവാനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയാണ്. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വളപട്ടണം പുഴ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴയാണ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദി. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്ററാണ്. എന്നാൽ കേരളത്തിൽ കബനി നദി ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ദൂരമാണ്? 56.6 കിലോമീറ്റർ. കബനി നദിയുടെ ആകെ നീളമാണ് 240 കിലോമീറ്റർ. എന്നാൽ കേരളത്തിലൂടെ കബനി നദി ഒഴുകുന്നത് 56.6 കിലോമീറ്ററാണ്. കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. അപ്പോൾ കാവേരി നദിയുടെ പോഷക നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളായ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ. അപ്പോൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികൾ ഏതെല്ലാമാണ്? പാമ്പാർ, ഭവാനി എന്നീ നദികൾ തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളാണ്. ഇതിൽ കബനി നദി കർണാടകയിലേക്കും പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകിയെത്തുന്നത്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനവും വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി എന്ന സ്ഥലത്താണ്. അപ്പോൾ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിൽ നിന്നും കർണാടകയിലേക്കാണ്. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കപില. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ്. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കബനി. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദി കബനി നദിയാണ്. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപം കൊള്ളുന്നത്? പനമരം നദിയും മാനന്തവാടി നദിയും. പനമരം നദിയും മാനന്തവാടി നദിയും കൂടിച്ചേർന്നാണ് കബനി നദി രൂപം കൊള്ളുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? നാഗർഹോളെ ദേശീയ ഉദ്യാനം. കർണാടകയിലെ നാഗർഹോളെ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ തീരത്താണ്. കബനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിൽ തിരുമക്കുടൽ എന്ന സ്ഥലത്താണ് കബനി നദി കാവേരി നദിയുമായി ചേരുന്നത്. കബനി നദി ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ തിരുമക്കുടൽ എന്ന സ്ഥലത്താണ് കബനി നദി കാവേരി നദിയുമായി ചേരുന്നത്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. വയനാട് ജില്ലയിൽ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. കുറുവാ ദ്വീപ് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. ബാണാസുര സാഗർ ഡാം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാമാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാം കൂടിയാണ് ബാണാസുര സാഗർ ഡാം. പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് ബെൻമൂറിൽ നിന്നുമാണ്. പാമ്പാർ നദി ഇടുക്കി ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച്
തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറിൽ നിന്നുമാണ്. പാമ്പാറിൻ്റെ ആകെ നീളം എത്രയാണ്? 31 കിലോമീറ്റർ നീളമേ പാമ്പാറിനുള്ളൂ. ഇതിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്ററാണ്. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 25 കിലോമീറ്ററാണ്. പാമ്പാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? പാമ്പാറും ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിൽ വെച്ചാണ് പാമ്പാർ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പഠിച്ചതാണ് കാവേരി നദിയുടെ 3 പോഷക നദികളാണ് കബനി, പാമ്പാർ, ഭവാനി എന്നത്. അപ്പോൾ ഈ 3 നദികളും കാവേരി നദിയിലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാവേരി നദിയുടെ പോഷക നദി എന്ന് പറയുന്നത്. പോഷക നദി എന്നാൽ ആ നദിയെ പോഷിപ്പിക്കുന്ന, അതായത് ആ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നദികളെയാണ് നമ്മൾ ആ നദിയുടെ പോഷക നദി എന്ന് പറയുന്നത്. ആ നദിയിൽ നിന്നും പിരിഞ്ഞ് ഒഴുകുന്ന നദികളെ നമ്മൾ കൈവഴികൾ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ കാവേരി നദിയിൽ ചെന്ന് കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണെന്ന് പഠിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാമ്പാർ കേരളത്തിൽ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി. പാമ്പാർ നദി കേരളത്തിൽ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പാമ്പാർ നദി തുടക്കത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? തലയാർ. പാമ്പാർ നദി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് തലയാർ എന്നാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയും കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുമ്പകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം, കുമ്പകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാണ്? അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി അമരാവതിയാണ്. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നീലഗിരി കുന്നുകൾ. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളാണ്. ഭവാനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ തമിഴ്നാട്ടിൽ വെച്ചാണ് ഭവാനി നദി കാവേരി നദിയുമായി കൂടിച്ചേരുന്നത്. ഭവാനി നദിയുടെ ആകെ നീളം എത്രയാണ്? 217 കിലോമീറ്റർ. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 37.5 കിലോമീറ്റർ മാത്രമാണ്. ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്ററാണ്. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 37.5 കിലോമീറ്റർ മാത്രമാണ്. ഭവാനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. അപ്പോൾ ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കബനി നദി വയനാട് ജില്ലയിലും പാമ്പാർ ഇടുക്കിയിലും ഭവാനി നദി പാലക്കാട് ജില്ലയിലുമാണ് ഒഴുകുന്നത്. ഭവാനി നദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഏതാണ്? ശിരുവാണി. ഭവാനി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ശിരുവാണിയും ഭവാനി നദിയുടെ മറ്റൊരു പോഷക നദി വരയാറുമാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിയാണ്. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ്? കൽക്കണ്ടിയൂർ. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂറാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭവാനി നദി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണിയാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാർ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്
കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭവാലി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദിയാണ്. മലയാറ്റൂർ, ആലുവ, കാലടി എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. മലയാറ്റൂർ, ആലുവ, കാലടി എന്നീ പട്ടണങ്ങൾ പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ എന്നീ സ്ഥലങ്ങളൊക്കെ ഏത് നദിയുടെ തീരത്താണ്? ചാലിയാറിൻ്റെ തീരത്താണ്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി കൂടെയാണ് അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണെങ്കിൽ അയിരൂർ പുഴയുടെ നീളം 17 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയായി അയിരൂർ പുഴ മാറിയത്. മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ പള്ളി. അപ്പോൾ പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. അതുപോലെ തന്നെ ആലുവ അദ്വൈതാശ്രമം, കാലടി ശങ്കരാചാര്യരുടെ സ്മൃതി മണ്ഡപവും കാലടി സർവകലാശാലയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പെരിയാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. വളപട്ടണ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. വളപട്ടണ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശിരുവാണി നദിയാണ്. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കവനാർ. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ നദിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? റൂം ഫോർ റിവർ. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുപ്പം നദി. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദി കുപ്പം നദിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.